Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ബെറിയപ്പ്. അപ്പോൾ ഇന്ന് നമുക്ക് ബെറിയപ്പ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഓട്സ് നമ്മൾ സാധാരണ വെള്ളവും പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ റെസിപ്പിയിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താണ് ചേർക്കുന്നത്. ഈ ഓട്സ് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്റ്റൗ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാലും സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല കളർഫുള്ളുമാണ്. നമ്മൾ പല ടൈപ്പിലുള്ള ബെറീസ്, ഇപ്പോൾ സ്ട്രോബെറി, റാസ്ബെറി, അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, ഇങ്ങനത്തെ പല ടൈപ്പിലെ ബെറീസ് വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലും എല്ലാം തന്നെ ഇപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഈ ബെറിയപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കളർഫുള്ളായിരിക്കും കാണാനായിട്ട്. അത്യാവശ്യം ഹെൽത്തിയുമാണ്. ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ലേശം ഐസ്ക്രീം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാലും കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിന് അത് പ്രശ്നമൊന്നുമില്ല. അപ്പം അത് ഹെൽത്തി തന്നെയാണ്. ഓട്സ് ഇതുപോലെ പച്ചയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കുന്ന ടേസ്റ്റ് ബെറിയപ്പിന് കിട്ടത്തില്ല. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ക്രിസ്പി ആയിട്ട് വന്നാലേ നമ്മളിത് അതിൽ ചേർക്കുമ്പോൾ കഴിക്കാനായിട്ട് രുചി ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരണം, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഇതൊന്ന് ആറാനായിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുവാണേ. ബെറിയപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുമ്പേ നമ്മൾ വറുത്തെടുത്ത ഓട്സ് ദേ ഇവിടെ ചൂടൊക്കെ ആറി ഇരിപ്പുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നട്ട്സ് ആണ്. മിക്സഡ് നട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്തൊക്കെ നട്ട്സ് ആണോ അതെടുക്കുക. ഇപ്പം ചിലരിൽ കാഷ്യൂ നട്ട്സ് മാത്രമേ കാണത്തുള്ളൂ, അത് മതി. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, വാൾനട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇത് കപ്പലണ്ടിയാണ്, പിസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള്, കിവി, പിന്നെ കുറച്ച് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ആപ്പിള് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പക്ഷേ ഇപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. കിവി ഒരെണ്ണം, അതുപോലെ ഒരു 5 ചെറിയ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ വേണ്ടത് ഞാനിവിടെ സ്ട്രോബെറിയുടെ യോഗട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പല ഫ്ലേവറിൽ യോഗട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്കൂപ്പ് സ്ട്രോബെറിയുടെ തന്നെ ഐസ്ക്രീമും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് എടുത്തു വെച്ചാൽ മതി പുറത്തേക്ക്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ എടുക്കുമ്പോഴത്തെ പോലെ ആ കട്ട പോലെ അങ്ങനെ ഇരിക്കരുത്. ഒരു ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരുന്ന പരുവത്തിൽ വേണം ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇത് കോൺഫ്ലേക്സ് ആണ്, അതും എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ ഞാനിവിടെ കുറച്ച് പുളിയില്ലാത്ത തൈരും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ റാസ്ബെറിയുടെ ക്രഷും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ക്രഷ് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അപ്പം ഞാൻ നിങ്ങളിത് കാണിച്ചു തരാനായിട്ട് പോകുന്നത്, ഇപ്പം എല്ലാവരുടെയിലും ഇതുപോലെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ട് കാണത്തില്ല. ഇപ്പം കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയ്യിൽ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ യോഗട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്രഷാണ്, ഫ്രൂട്ട് ക്രഷ്. ഏത് ഫ്രൂട്ടും ഇതുപോലെ ക്രഷ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഇതിപ്പം ഞാൻ റാസ്ബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ ഒന്നും വേണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ട്രോബെറി ആണോ, ഈ ബെറിയപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ ബെറി ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നിങ്ങൾക്കിപ്പം എല്ലാവർക്കും ഇത് സ്ട്രോബെറി ഒന്നും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്, ഇപ്പം മാംഗോയോ അല്ലെങ്കിൽ പൈനാപ്പിളോ ഏത് ഉപയോഗിച്ച് വേണേലും ഇതുപോലത്തെ ഒരു ക്രഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ക്രഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ പഞ്ചസാരയും ചേർത്തിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ എടുത്തിരിക്കുന്ന ക്രഷാണിത്. ഇപ്പം ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയുള്ള തൈര് വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നല്ല റാസ്ബെറി ഫ്ലേവറായിട്ടുള്ള യോഗട്ടായിട്ട് മാറിയിട്ടുണ്ട്.
നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഈ രീതിയിൽ തയ്യാറാക്കി എടുത്താലും മതി. ഇതുപോലെ സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ ടേസ്റ്റുള്ള ഒരു യോഗട്ടാണ് ഇത്. ഇപ്പം നിങ്ങളുടെ ഇങ്ങനത്തെ പാക്കറ്റിൽ ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാം. ഈ ഒരു ഗ്ലാസ് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്ലേവറിലെ യോഗട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നമ്മൾ തയ്യാറാക്കിയ സ്ഥിതിക്ക് ഇതും കൂടെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇച്ചിരി കൂടെ ഒന്ന് കളറാക്കി കൊടുക്കാവേ. അപ്പോൾ ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ. ഇനി ഇത് ഈ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ആണ്. സാധാരണ നമ്മൾ ഇത് കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരിതിലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്രയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. പിന്നെ ഇത് ക്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്രഷ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ജാം ഇതിന് പകരം ഉപയോഗിച്ചാൽ മതി. തൈരിലേക്ക് ജാം ഇട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ മിക്സഡ് ആയിട്ടുള്ള നട്ട്സ് ആണ്. നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഓട്സ് ആണ്. ഓട്സ് ഒന്ന് ചൂടാറിയിട്ടേ ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞിട്ട് ഇതങ്ങ് ആകെ അങ്ങ് ആ ഒരു എന്താ പറയുന്നത്, നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ നമ്മൾ വറുത്തെടുക്കുന്നത്, അത് നഷ്ടപ്പെട്ട് പോവല്ലേ. ഇപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ സ്ട്രോബെറി യോഗട്ടാണ്. ഇതാണ് സ്ട്രോബെറി യോഗട്ട്. പിന്നെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാടങ്ങ് എന്താ കുത്തി നിറയ്ക്കല്ല, ഇടിച്ച് താക്കൊന്നും വേണ്ട, ഒരു പരുവത്തിനൊക്കെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിവിയും കുറച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയും കൂടെ ഒന്നിട്ട് കൊടുക്കാവേ. വലിയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഗ്ലാസ്സാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ക്രഷ് തയ്യാറാക്കിയതിലൊരു ലേശം മിച്ചമുണ്ട്. അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ തയ്യാറാക്കിയോണ്ട് ഈ ക്രഷിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന ക്രഷിനേക്കാളും രുചിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. ഒരു ലേശം നട്ട്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒന്ന് ചുമ്മാതെ 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് കൂടെ ഇട്ട് കൊടുക്കാവേ. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് വലുതാണെങ്കിലോ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ലേശം റാസ്ബെറിയുടെ ഈ യോഗട്ടൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിലോട്ട് 1-2 ഫ്രൂട്ട്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓട്സ് കൂടെ ഒന്ന് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. ഏത് ഐസ്ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ വാനില ഉണ്ടെങ്കിൽ വാനില, അല്ലെങ്കിൽ ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനെ ഇന്ന ഐസ്ക്രീം ഒന്നുമില്ല, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ക്രഷ് ആണെങ്കിലും ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, യോഗട്ട് ആണെങ്കിലും ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇതിലോട്ട് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ചേർക്കുന്ന ഒരു ഇച്ചിരി ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഐസ്ക്രീം ആണെങ്കിൽ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ലൂസായി പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇച്ചിരി ലൂസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലൂസ് ആവല്ലേ. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് കമത്തിയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഇത് കുറേയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പം ഇത്രയും ലൂസ് ആവാതെ സൂക്ഷിക്കണേ. വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലൂസായി പോയത്. അപ്പോൾ ഐസ്ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഒന്ന് മേളിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓട്സും കൂടെ ഒന്ന് ലേശം. ഇത്രയും മതി. ഇപ്പം നമ്മൾ ചെയ്തത് സ്ട്രോബെറി ഐസ്ക്രീം വെച്ചിട്ടായിരുന്നു. വാനില ഐസ്ക്രീം വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ കളർഫുള്ളാണ്. ആ ഒരു വൈറ്റ് കളറും പിന്നെ ആ സ്ട്രോബെറിയുടെ യോഗട്ടിൻ്റെ കളറും എല്ലാം കൂടെ വരുമ്പം, ആ ക്രഷിൻ്റെ കളറും കൂടെ ഒക്കെ വരുമ്പം വളരെ കളർഫുൾ ആവും. അപ്പോൾ ആ രീതിയിലൂടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിൽ കൊടുക്കുന്നത് ക്രഷാണ്. ഇപ്പം ഞാൻ ക്രഷ് എടുത്തിരിക്കുന്നത് പീച്ചിൻ്റെ ആണ്. ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ച് ആപ്രിക്കോട്ട് കൂടെ എടുത്തിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഞാനിതൊക്കെ ഇതാണ് ഉപയോഗിച്ചതെന്നും കരുതിയിട്ട് ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ വിലക്കുറവിൽ കിട്ടുന്നൊക്കെ ഉപയോഗിക്കാം.
ഇനി ഇത് പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കാൻ പോവാണേ. ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ഇത് യോഗട്ടാണ്, അങ്ങനെ ഒരു ടേസ്റ്റ് കാണുമോ എന്നുള്ള ഒരു സംശയവും വേണ്ട. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആരെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്